ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ചോ കേൾക്കി അലഞ്ചോ അക്കാദമിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് പ്ലസ് ടു സോഷ്യോളജി അധ്യായം 3 ഭാഗം 2 ക്യാപ്ഷനോട്ടുമായാണ്. കാസ്റ്റ് ഇൻ പ്രസന്റ്. ജാതിക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ മേൽജാതി നേതാക്കളും കീഴ്ജാതി നേതാക്കളും ഒരുപോലെ പ്രവർത്തിച്ചു. പശ്ചിമേന്ത്യയിൽ മഹാത്മാ ജ്യോതിബാഹു ഫുലെ, അംബേദ്കർ, ഗാന്ധിജി. ദക്ഷിണേന്ത്യയിലെ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പെരിയാർ, വി രാമസ്വാമി. ഐക്യവിരുദ്ധ പരിപാടികൾ കോൺഗ്രസ് അജണ്ടയിലെ ഒരു പ്രധാന ഭാഗമായി തീർന്നു. ജാതിയെ ഒരു സാമൂഹിക തിന്മയായും ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കൊളോണിയൽ തന്ത്രമായും അവർ വിലയിരുത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതി, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആധുനിക വിദ്യാഭ്യാസം എന്നിവ ജാതി മാറ്റങ്ങൾ ഉണ്ടാക്കി. വ്യവസായശാലകളിൽ വിവിധ ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ച് ജോലി ചെയ്തു. വിദ്യാലയങ്ങളിൽ വിവിധ ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ചേർന്ന് പഠിച്ചു. ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ശക്തിയാർജിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാതി നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ജാതി ഉപയോഗിച്ചു. 1980-കൾ മുതൽ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വന്നു. സംസ്കൃതവൽക്കരണം എം.എൻ. ശ്രീനിവാസന്റെ ആശയമാണിത്. കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹിക പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. താഴ്ന്ന ജാതി ഉയർന്ന ജാതിയിലേക്ക് നിശ്ചയിക്കുന്ന പ്രക്രിയയാണിത്. അനുകരണത്തിലൂടെയാണ് നേടിയിരിക്കുന്നത്. പ്രബല ജാതി എം.എൻ. ശ്രീനിവാസന്റെ ആശയമാണിത്. സ്വാതന്ത്ര്യാനന്തരം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണങ്ങളിലൂടെ ഭൂവുടമസ്ഥാവകാശം ലഭിച്ച വലിയ ജനസംഖ്യയുള്ള ജാതികളാണ് പ്രബല ജാതികൾ. സംഖ്യാപരവും ഭൂവുടമസ്ഥത വഴിയുമുള്ള സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ അധികാരമുള്ള ജാതികളാണ് ഇത്. യാദവ ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവരാണ് യാദവ. വോക്കലിംഗമ്മ കർണാടകയിൽ കാണപ്പെടുന്നു. റെഡ്ഡി, ഗമൻ എന്നീ വിഭാഗങ്ങൾ ആന്ധ്രാപ്രദേശിലും കാണപ്പെടുന്നു. മറാഠികൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ്. ജാട്ടുകൾ പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്നു. പട്ടിദാറുകൾ ഗുജറാത്തിൽ നിന്നാണ് സംസ്ഥാനം. ശ്രീനാരായണ ഗുരു സർവ സഹോദര്യം പ്രചരിപ്പിച്ചു. ഈഴവർക്കിടയിലെ അനാചാരങ്ങൾ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. SNDPക്ക് രൂപം നൽകി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന ആശയം പ്രചരിപ്പിച്ചു. എം.എൻ. ശ്രീനിവാസൻ സംസ്കൃതവൽക്കരണം, പ്രബല ജാതി എന്നീ സങ്കല്പങ്ങൾ കൊണ്ടുവന്നു. ദ റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം സാമൂഹ്യ നരവംശ ശാസ്ത്രത്തിലെ അറിയപ്പെടുന്ന ഗ്രാമപഠനങ്ങളിലൊന്നാണ്. ഉപരിജാതി വിഭാഗക്കാർക്ക് ജാതി അപ്രധാനവും അദൃശ്യവുമാണ്. എന്നാൽ കീഴ്ജാതിക്കാർക്ക് ജാതി പ്രധാനവും ദൃശ്യവുമാണ്. ഉന്നത ജാതികളിലും നഗരങ്ങളിലെ മധ്യോന്നത വർഗങ്ങളിലും ജാതി അദൃശ്യമായ ഒന്നാണ്. ജാതി കൊണ്ടുള്ള നേട്ടങ്ങളെല്ലാം അവർ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. ഗവൺമെന്റ് നടപ്പിലാക്കിയ ധാരാളം പദ്ധതികൾ പൂർണ്ണമായി മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ജീവിത സഹായം നേടാൻ ഇവർക്ക് ജാതിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക് ജാതി ദൃശ്യമായ ഒന്നായിരുന്നു. കാരണം അവസരങ്ങൾ കരസ്ഥമാക്കാൻ ജാതി അല്ലാതെ മറ്റൊരു മാർഗവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. താങ്ക് യു.